ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ നല്ല ഹാപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഗാർഡൻ സെറ്റിങ്ങിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള പോക്കാണ് കേട്ടോ. കിച്ചൺ അപ്ഡേറ്റ്സ് ബൈ ജിഷ. എല്ലാവരും ചെല്ലുമ്പോൾ ചേട്ടന് മാത്രമേ വീഡിയോ എടുക്കുന്നുള്ളൂ. ഇതാ ഞാൻ പിന്നെ മിണ്ടാണ്ടിരുന്നായിരുന്നു. ഡ്രസ്സുണ്ട്, അകത്തൊക്കെ വയ്ക്കാൻ നല്ല ഭംഗിയുണ്ട്. ഉദ്ദേട്ടൻ അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു മുകളിൽ കുറേ സാധനങ്ങളുണ്ട്, ഒന്ന് പോയി നോക്കാം, ഇഷ്ടമുള്ളത് എടുക്കാമല്ലോ എന്ന് പറഞ്ഞു എടുത്തു കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ ഏറെക്കുറെ സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിലുള്ളതൊക്കെ തന്നെയാണ്. പിന്നെ നമ്മുടെ തുണികൾ ഇടാനുള്ള കൊട്ട ഞാൻ ഇതൊരു വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അത് വാങ്ങിക്കാൻ നിന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു അത് പിന്നെ വാങ്ങിക്കാം, ഇപ്പോൾ ചെടിച്ചട്ടികൾ വാങ്ങിക്കാനല്ലേ വന്നേക്കണ്, അപ്പോൾ അത് വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു പോട്ടെ, ചെടിച്ചട്ടികൾ തന്നെ കിട്ടട്ടെ. ഇതിനൊക്കെ 180 രൂപ, അല്ല ഇതിനല്ല കേട്ടോ 180, നല്ല ഭംഗിയുള്ളൊരു കൊട്ട 180 രൂപയ്ക്കുള്ള അതെനിക്ക് എടുക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും പോകുമ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കി വെറൈറ്റി ആയിട്ട് അങ്ങനെ ഒന്നും കണ്ടില്ല. ചെറിയൊരു ഫ്ലവർ വയ്ക്കുന്നൊരു ഇത് കണ്ടു, അപ്പോൾ അതെടുത്തു. അങ്ങനെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കണ്ടാൽ എടുക്കാമെന്ന് വെച്ചിട്ട് വെറുതെ കയറിയതായിരുന്നു കേട്ടോ. അതന്നെ നല്ലത്. ഇതിപ്പോൾ ബാഗ് എടുക്കാം, തുറക്കാം. അപ്പം ആ ടാങ്ക് മേടിക്കാൻ തോന്നില്ലേ, ഇതിൽ നിന്ന് എടുക്കാലോ കാശ്. എനിക്ക് അവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട് റൂമിലേ, അതിൻ്റെ ഉള്ളിൽ കയറ്റണം. നിങ്ങളെന്നാ പിശുക്കാൻ പഠിച്ചേ? അപ്പോൾ ചെറിയൊരു കാശ് കൊടുക്ക വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയുള്ളതൊക്കെ നോക്കിയപ്പോൾ നല്ല റേറ്റ്, അപ്പോൾ 10 രൂപയുടെ നോക്കി ചോദിച്ച് വാങ്ങിച്ചു ചേട്ടൻ. അതാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. ചെടിച്ചട്ടികൾക്കൊന്നും അധികം റേറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ കുറച്ച് ഇന്നർ പ്ലാന്റ് വയ്ക്കാനായിട്ട് കുറച്ച് പോട്ടുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് റേറ്റായി കേട്ടോ. അപ്പോൾ ഇതും ഇന്നർ പോട്ടൊക്കെ തന്നെയാണ്. പക്ഷേ ഞാൻ തൽക്കാലം ഇപ്പോൾ പുറത്തൊക്കെ വയ്ക്കേണ്ടി വന്നു. കുറേ അധികം ചെടിച്ചട്ടി ഉണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വാങ്ങിച്ചത്. പക്ഷേ ചെടികൾ സെറ്റ് ചെയ്ത് വന്നപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. മെയ്ജ അയച്ചു തന്ന ചെടികളുണ്ടല്ലോ, ഇഷ്ടം പോലെ ചെടികളായിരുന്നു. വെറൈറ്റി ചെടികൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് താങ്ക്സ് കേട്ടോ മിജ. ഞാൻ വാങ്ങിച്ച ചെടികളൊന്നും ഒന്നുമല്ല, അതിൽ കുറച്ച് ചെടികൾ മാത്രമേ നല്ലതെന്ന് പറയാനായിട്ട് ഉള്ളൂ. ബാക്കിയൊന്നും അത്ര സാധാരണ ചെടികളായിരുന്നു എന്ന് എനിക്ക് ഈ ചെടികൾ കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഇനിയും കുറച്ച് ചെടികളും കൂടി അവിടെ വയ്ക്കാനുണ്ട്, എന്നാലും എല്ലാ പോട്ടിലും ചെയ്തു. അപ്പോൾ ഇനിയിപ്പം ഈ ചെടിച്ചട്ടികൾക്കൊക്കെ ബ്ലാക്കിന് 6 എണ്ണത്തിന് 100 രൂപയും മറ്റേ മണ്ണിൻ്റെ കളറുള്ളതിന് 5 എണ്ണത്തിന് 100 രൂപയും അങ്ങനെയാണ് കേട്ടോ റേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ പിന്നെ ഒക്കെ ബാക്കിയുള്ളത് 10 രൂപയുടെ, അപ്പുറത്ത് ചെറുത് കാണിക്കുന്നത് 10 രൂപയുടെ 5 രൂപയുടെ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പറ്റുന്നതിനനുസരിച്ച് നമുക്ക് വാങ്ങാം. മണ്ണിൻ്റെ ചട്ടിയാണ് ഏറ്റവും നല്ലത്, പക്ഷേ അതിന് നമുക്ക് നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും. ഇതിപ്പോൾ തൽക്കാലം 2-3 വർഷത്തേക്കൊക്കെ നമുക്കിത് മതിയാവും കേട്ടോ. പിന്നെ അതിൻ്റെ വക്കൊക്കെ പൊട്ടും. അപ്പോൾ കുറേശ്ശെ മണ്ണിൻ്റെ ചട്ടി ഓരോന്നോരോന്ന് വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ നല്ലതൊക്കെ തന്നെയാണ്. അപ്പോൾ അതാ ചേട്ടൻ ആ കാടൊക്കെ ഒന്ന് വെട്ടി തെളിക്കുകയാണ് കേട്ടോ. അവിടെ നിന്ന് പടർന്ന് കയറുന്ന ചെടികളുള്ളതുകൊണ്ട്, കാട്ടുചെടികളുള്ളതുകൊണ്ട് ഇങ്ങോട്ട് ഈ ചെമ്പരത്തിമ്മയ്ക്ക് അങ്ങോട്ട് കയറും. നമ്മുടെ ചെമ്പരത്തി നല്ല പൂവുണ്ടായിട്ട് നിൽക്കാനായിട്ട് അതിന് സാധിക്കില്ല എന്നുള്ളത്. പൂവ് ഇങ്ങനെ പിടിച്ച് വരുമ്പോഴേക്കും ആ വള്ളിച്ചെടികൾ ഇങ്ങനെ നിറഞ്ഞ് വന്നിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ നമുക്ക് വെട്ടിക്കളയേണ്ടി വരും കേട്ടോ. അങ്ങനെ വെട്ടിക്കളയലാണ് പതിവ്. പിന്നെ അപ്പുറത്തുനിന്ന് വലിച്ചെടുക്കാന്ന് വെച്ചാൽ നമുക്കത് വലിച്ച് കളയാം, പക്ഷേ അപ്പുറത്ത് കടക്കാനേ പറ്റില്ല, അത്രയ്ക്ക് കാടാണ് ആ പറമ്പ്, നമുക്ക് കടക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ചേട്ടൻ ചെറിയ കൊമ്പുകൾ ആദ്യം ഇങ്ങനെ മുറിച്ച് കളഞ്ഞ് അങ്ങനെ ചെയ്യാണ്. ഞാൻ ചകിരിയുടെ ഇതെടുക്കാനായിട്ട് മുകളിലേക്ക് പോയിക്കായിരുന്നു. ചകിരിയൊക്കെ എടുത്തിട്ട് ഓരോ ചെടിച്ചട്ടിയിൽ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ അപ്പോഴേക്കും ചേട്ടൻ ഒരുവിധമൊക്കെ ഇങ്ങനെ കളഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ ആയുധങ്ങളായിട്ട് ഇറങ്ങി വരുന്നേ ഉള്ളൂ കേട്ടോ. ചൂലും വെട്ടൂത്തിയും ചെരുപ്പും കത്തിയും കത്രികയൊക്കെ ആയിട്ട് ഇറങ്ങി വരുന്നേ ഉള്ളൂ. നമുക്ക് ഈ ഒരു ഭാഗം ആകെ ക്ലിയർ ആക്കണം. ചെടികളൊക്കെ കുറേശ്ശൊക്കെ ഉണ്ട്, പക്ഷേ ഒന്നും സെറ്റാക്കിയിട്ടൊന്നുമല്ല വെച്ചേക്കണത്. നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലും അതും ഇതൊക്കെ ആയിട്ട് അതിലൊക്കെ വച്ചാലും ചെടികൾ ഭംഗിയുണ്ടാവും. പക്ഷേ നമ്മൾ എന്നും അത് ശ്രദ്ധിച്ച് ഭംഗിയിൽ കഴുകി പെയിൻ്റ് അടിച്ച് അതുമ്മയ്ക്ക് വള്ളികൾ പടരാണ്ടും അതുപോലെ തന്നെ കറക്റ്റ് കട്ട് ചെയ്തൊക്കെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഏതിൽ വെച്ചാലും ചെടികൾ ഭംഗിയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെടി ഞാൻ ഇപ്പോൾ എടുത്ത് മാറ്റണതില്ലേ, അതാണ് നല്ല ചെടിയാണ് കേട്ടോ. നല്ല പോട്ടിൽ വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും.
പേരുകളൊന്നും എനിക്കങ്ങനെ ഒരുവിധമൊക്കെ അവിടെ നിന്നൊക്കെ അറിയാമെന്നല്ലാണ്ട് കൃത്യമായിട്ട് അങ്ങോട്ട് പറയാനായിട്ട് അറിയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിപ്പോയാലോ എന്ന് പഠിച്ചിട്ട് ഞാൻ പേരുകളൊന്നും പറയുന്നില്ല. എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, എന്നേക്കാൾ അറിവുള്ളവരായിരിക്കും നമ്മുടെ വീഡിയോ കാണുന്നവർ. അപ്പോൾ പിന്നെ ഞാൻ പറയാതിരിക്കുന്നതല്ലേ നല്ലത്. കുറച്ച് നാൾ പറഞ്ഞ് പഠിച്ചു കഴിയുമ്പോൾ നമുക്കത് പറയാം വീഡിയോയിലൊക്കെ എന്ന് വിചാരിച്ചു. മണി പ്ലാന്റ് കുറേ ആ പപ്പായമേ പടർന്നങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല ഭംഗിയിൽ നിർത്തിയാലൊക്കെ ഭംഗിയാണ്. പക്ഷേ ആ ഒരു പപ്പായ അവിടെ നിന്നിട്ട് കാര്യമില്ല, മുകളിലേക്ക് കയറി കണ്ട് കമ്പിമിക്ക് എത്തുക എന്നല്ലാണ്ട് പപ്പായ ഉണ്ടാവണമൊന്നുമില്ല കേട്ടോ. അത് ആൺപപ്പയാണ്, അത് കാരണം ഉണ്ടാവില്ല. അപ്പോൾ അത് ആ ചെട്ടി പണ്ട് ഞാൻ മണി പ്ലാന്റൊക്കെ വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ അത് പൊട്ടി. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചു. അങ്ങനെ കുറേ ചെടികൾ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ നമ്മുടെ ലക്കി ബാമ്പു ആ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആ തെങ്ങ് പോലത്തെ ചെടീനെ എന്ത് പറയാമെന്നറിയില്ല, ഞാൻ ഇന്നർ പ്ലാന്റ് ആയിട്ട് വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. അത് അവിടെ ഒരു 10 കടയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അതിന് പറിച്ച് പതുക്കെ ഓരോ പോട്ടുകളിലാക്കി മാറ്റി വെക്കണം. എന്താ വെച്ചാൽ നമുക്കങ്ങനെ ഏതായാലും അവിടെ അന്ന് മണ്ണൊഴുകി പോകാണ്ടിരിക്കാൻ വെച്ചതായിരുന്നു. പക്ഷെ അത് വെച്ചിട്ട് കാര്യമില്ലല്ലോ. എന്താ പറയുക, നമുക്കൊരു ആവശ്യത്തിനാകുമ്പോൾ അത് വലുതായിട്ട് നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്യണമെന്ന് വെച്ചാൽ നടക്കില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനത്തെ ചെടികൾ ഉണ്ടാവണോണ്ട് കുഴപ്പമില്ല. പക്ഷേ അപ്പോൾ കുറച്ചധികം സ്ഥലങ്ങൾ വിട്ട് നല്ല നല്ല ചെടികൾ മാത്രം അങ്ങനെ വയ്ക്കണം. നിറയെ ചെടികൾ വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഞാൻ അതിൽ ആകെ കടപിടിച്ചിരിക്കുന്ന ആ ചെടികളൊക്കെ ഒന്ന് മാറ്റി അവിടെ ഒന്ന് മുറ്റടിച്ച് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് പടർന്ന ആ കാട്ട് ചെടികളും അതൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞു. പിന്നെ എന്താ പറയുക, കൈതയുണ്ടല്ലോ, പൈനാപ്പിൾ, അത് വീട് പണിത സമയത്ത് കൊണ്ട് നട്ടതാണ്. ചെടിയൊക്കെ വലുതായിട്ടുണ്ട്, പക്ഷേ പൈനാപ്പിൾ ഉണ്ടാവണില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇത് പറിക്കാനായിട്ട് നോക്കിയതായിരുന്നു. പിന്നെ സമയമില്ല, ശ്രീകുട്ടനെ പോകേണ്ട നേരമായി, അവനെ കൊണ്ടാക്കണം തൃശ്ശൂർക്ക്. അപ്പോൾ നോക്കിയപ്പോൾ ഡാലിയയ്ക്ക് കൊടുത്തയക്കാനായിട്ട് ഞാൻ 1-2 ചെടികൾ അവിടെ കവറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് വയ്ക്കാമെന്നുള്ള ഒരു ഐഡിയയിൽ അത് പിന്നെ പറിക്കാനായിട്ട് നിന്നില്ല. അത് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഒഴിവുണ്ടാകുമ്പോൾ നമുക്കതങ്ങനെ പറിച്ച് നല്ല പോട്ടുകളിലാക്കി വെക്കണം. എനിക്ക് മറ്റേ സൈഡ് ഉണ്ടല്ലോ, കിണറിൻ്റെ ഭാഗം, അവിടെ നല്ല പുൽത്തകിടയൊക്കെ വിരിച്ച് ഊഞ്ഞാലൊക്കെ കെട്ടി അങ്ങനെ സൈഡിൽ വലിയ ചെടികളൊക്കെ വെച്ച് അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. ഇപ്പോൾ വിചാരിച്ച ഒരു 6 മാസം കഴിയുമ്പോൾ എനിക്ക് സാധിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും അടുത്ത ഓണത്തിനുള്ളിൽ സെറ്റാക്കണം. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ഒരു ചെടി ഉണ്ടല്ലോ, അത് നമ്മൾ മുന്നേ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തൊട്ടപ്പുറത്തെ വീട്ടിലുണ്ടായിരുന്നു. അന്നൊരു കുഞ്ഞു കൊമ്പൊടിച്ച് വിട്ട് പോന്നാൽ മതിയായിരുന്നു. അന്നത് തോന്നിയില്ല കേട്ടോ. ഇപ്പം ഞാനത് 20-30 രൂപ അങ്ങോട്ട് ആയിട്ടുള്ളൂ. എന്നാലും അതിൻ്റെ പൂവ് നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല വെള്ള മുട്ട് പോലെ ഇരിക്കും. അതിൻ്റെ തുമ്പത്ത് ചുമന്നൊരു മുട്ട് വരും കേട്ടോ. അങ്ങനെയാണ് അതിൻ്റെ പൂവ് എന്ന് പറയുന്നത്. കുറേശ്ശെ പടരുകയും ചെയ്യും കേട്ടോ. അങ്ങനെയാണ് ഇത്. പിന്നെ അതിൻ്റെ ഇലയ്ക്കാണ് കേട്ടോ ഭംഗി. അതൊരു ബ്ലാക്ക് പോട്ടിൽ വയ്ക്കായിരുന്നു എന്ന് ഇപ്പോൾ എനിക്ക് വീഡിയോ കണ്ടപ്പോൾ തോന്നിയിട്ട്, റെഡിൽ തന്നെ ഇരിക്കുമ്പോൾ കുറച്ച് ഭംഗികേടാൻ തോന്നി. അങ്ങനെ ചെടികളൊക്കെ ഒരുവിധം സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയും ചെടികൾ വെക്കാനുണ്ട്. അതിനിടയ്ക്ക് വീണ്ടും കുറേ ചെടികളൊക്കെ ഞാൻ വെച്ചു കേട്ടോ. എല്ലാതും നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല. ആ ഒരു അരിയത്ത് ഞാൻ മേശയ്ക്ക് എടുക്കുന്നുണ്ടായിരുന്നു, അതൊന്ന് വിരിച്ചിട്ടു. അത് വെച്ചാൽ അവിടെ ആകെ ഒരു കാട് പോലെ ആയിരുന്നു. ഒരു ജംഗിൾ ലുക്കിൽ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് നിറയെ ആ പന പോലത്തെ ചുറ്റും വെച്ചിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് പറിച്ചെടുക്കാനുള്ള ഇപ്പോഴത്തെ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് 2-3 തൈ മാത്രം അത് കൊണ്ടുവച്ചു. പിന്നെ ഞാൻ ലാസ്റ്റ് ലക്കി ബാമ്പ് നിറച്ച് മുറിച്ചും കണ്ട അവിടെ വെച്ചു കേട്ടോ. എന്താ വെച്ചാൽ ആദ്യത്തെ കണ്ടിട്ടേ ഈ ചെടികളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യത്തിനെ വിളിച്ച് ഞാൻ കാട്ടി കൊടുത്തു. അപ്പോൾ അവൻ പറയുന്നത് ആൾക്കാരെങ്കിലും എടുത്തുകൊണ്ട് പോകും, നമ്മളിവിടെ വീട്ടിൽ ആളില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു പേടി തോന്നി. എന്താ വെച്ചാൽ നമ്മൾ ഇഷ്ടപ്പെട്ട് കൊതിച്ച് ഉണ്ടാക്കിയൊരു സാധനം അത് ഇപ്പോൾ വലിയ വിലയുടെ അല്ലെങ്കിലും വേറെ ഒരാൾ എടുത്തുകൊണ്ട് പോകുമെന്ന് പറയുമ്പോൾ നമുക്കൊരു ഉള്ളിലൊരു വിഷമമല്ലേ. അപ്പോൾ അത് കാരണം ഞാൻ അവിടെ ലാസ്റ്റിലേക്ക് പോകുമ്പോൾ നിറയെ ഫില്ലാക്കി വെച്ചു കേട്ടോ. പെട്ടെന്ന് ഒരാൾക്ക് പുറത്തുനിന്ന് അങ്ങോട്ട് കാണണ്ടെന്നുള്ളൊരു രീതിയിൽ ആദ്യം ഞാൻ ചെടികൾ സെറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വലിയ ചെടികൾ, ഇത്തിരി വലുപ്പമുള്ള ചെടികൾ ആ ഒരു ഭാഗത്തും, അങ്ങനെ പിന്നെ ചെറിയ ചെടികൾ അങ്ങനെയായിട്ടാണ് സെറ്റ് ചെയ്തത്. പിന്നെ ആദ്യത്തെ വന്ന് അറേഞ്ച് ചെയ്തു മാറ്റിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ ചെടികൾ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നമ്മൾ ചെറിയ ചെടികൾ എപ്പോഴും ചെറിയ ചെടിച്ചട്ടിയിൽ സെറ്റ് ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അത് ഭയങ്കര ബോറായിരിക്കും. അപ്പം അങ്ങനെ നോക്കിയിട്ട് ഇത്തിരി വലുപ്പമുള്ള ചെടികൾ വലിയ ചെടിച്ചട്ടിയിലും ചെറിയ ചെടികൾ ചെറിയ ചെടിച്ചട്ടികളിലും അങ്ങനെയായിട്ടാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത്. പിന്നെ ഓരോ കല്ലുകളൊക്കെ വെച്ച് ഒന്ന് ഉയർത്തി അങ്ങനെയൊക്കെ വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടായേനെന്ന് എനിക്ക് തോന്നി കേട്ടോ. ഇപ്പോൾ ആദ്യം പറഞ്ഞു ഇത് വിൽക്കാൻ വെച്ച പോലെയാണ് അമ്മ വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആദ്യം അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ.
നമ്മളങ്ങനെ പലതരം ചെടിച്ചട്ടിയിൽ ഇങ്ങനെ വെക്കുമ്പോൾ അങ്ങനെ ആദ്യം വീണ്ടും അറേഞ്ച് ചെയ്യുന്നതാണ് ആ കാണുന്നത്. അവൻ ചെടിച്ചട്ടിയുടെ വലുപ്പം വെച്ചിട്ടാണ് അറേഞ്ച് ചെയ്ത്. കുറച്ചും കൂടി ഭംഗി തോന്നി അവ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ. ആ ഒരു വീഡിയോ അത്ര അടുത്തേക്ക് ഞാനങ്ങോട്ട് എടുത്തിട്ടില്ല അല്ലേ. കുഴപ്പമില്ലല്ലോ, ഇപ്പോൾ കൂട്ടുകാർക്ക് കാണാൻ പറ്റില്ലേ. ഈ വെള്ളച്ചെടികളൊക്കെ കുറച്ചും കൂടി വീണ്ടും ഞാൻ കുറച്ചും കൂടിയൊക്കെ അറേഞ്ച് ചെയ്തു കേട്ടോ. അവൻ പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് ഒന്നും കൂടി അറേഞ്ച് ചെയ്യണം തോന്നി, അങ്ങനെ അറേഞ്ച് ചെയ്തു. ഇനി ദിവസങ്ങൾ അങ്ങനെ കിടക്കല്ലേ, നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് മാറ്റി മറിച്ചൊക്കെ അറേഞ്ച് ചെയ്യാം. പിന്നെ എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, എനിക്ക് ജോലിക്ക് പോണ ദിവസം രാവിലെ ഇവിടെ വന്ന് അറേഞ്ച് ചെയ്യാനൊക്കെ വളരെ ടൈം കുറവാണ്. പിന്നെ ചേട്ടനാണ് നനയ്ക്കേണ്ട ജോലി ചേട്ടനാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ വന്ന് എല്ലാതും ഒന്ന് ചെക്ക് ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞാൽ അതൊരു മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അവിടെ വെച്ച് അവസാനിപ്പിച്ചതായിരുന്നു. ചേട്ടൻ ശ്രീകുട്ടനെ കൊണ്ടാക്കാൻ തൃശ്ശൂർക്ക് പോയി കേട്ടോ. ശ്രീകുട്ടനെ ഒന്ന് തിരിച്ചു പോകണമായിരുന്നു. അപ്പം ഞാൻ ഈ പൂക്കൾ, ഇത് നിറയെ പൂക്കൾ ഉണ്ടാവണ ഒരു ചെടിയല്ലേ. പണ്ട് നമ്മളിതിനെ ചവന്നാറിപ്പൂന്നൊക്കെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ വിസ്കാന്നോ അങ്ങനെ എന്തോ വേറൊരു പേര് പറയുന്നുണ്ട്, യൂട്യൂബിലൊക്കെ കണ്ടു ഞാനതിന്. ആ പേരിട്ടത് എന്തായാലും നന്നായി. ഇത്രയും നല്ല ഭംഗിയുള്ള പൂവിന് അത്രയും മോശം പേര് വേണ്ടല്ലോ, നല്ലൊരു പേര് തന്നെ വേണ്ടേ. അപ്പം അങ്ങനെ നിറയെ പൂക്കൾ തരുന്ന, ഒരു പിണക്കവും ഇല്ലാത്ത, ഒരു വളവും വേണ്ടാത്ത ഒരു ചെടിയാണത്. അപ്പം ഞാൻ മഴ പെയ്യുമ്പോൾ ഉണ്ടല്ലോ അതവിടെ അങ്ങോട്ട് കിടക്കും, ആകെ ഇലയൊക്കെ നിറഞ്ഞ്. പിന്നെ വെയിൽ വരുമ്പോൾ ഉഷാറായിട്ട് നിൽക്കും. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ തലയൊക്കെ അങ്ങോട്ട് മുറിച്ച് നിരത്തി അങ്ങോട്ട് നടാം, നിറയെ പൂക്കൾ അങ്ങോട്ട് ഉണ്ടായിക്കോട്ടെ, അതിന് വിരോധമില്ലല്ലോ. അങ്ങനെ അത് നിറയെ അവിടെ നട്ടു കേട്ടോ. പിന്നെ ഞാൻ വീണ്ടും കുറേ ചെടികൾ ഒഴിച്ചപ്പോൾ 2 ഹാങ്ങിങ് പോട്ട് എനിക്ക് കിട്ടി. അപ്പം ഞാൻ നടാണ്ട് കുറച്ച് മണി പ്ലാന്റുകൾ വീണ്ടും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 2 തരം എടുത്തിട്ട് ഞാൻ വീണ്ടും കട്ട് ചെയ്ത് അതിൽ നട്ടു കേട്ടോ. നട്ടതൊന്നും പിടിച്ചിട്ടില്ല എന്നുള്ളത് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത്. അപ്പോൾ നന്നായിട്ട് പിടിച്ചിട്ട് അടുത്ത ആഴ്ച എന്തായാലും ഇതൊക്കെ ഉഷാറാവുമല്ലോ. അടുത്ത ആഴ്ചത്തെ വ്ളോഗിൽ ഞാൻ ഒന്നും കൂടി ഉൾപ്പെടുത്താം. നമുക്ക് ഹാങ്ങിങ് പോട്ട് കുറേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതൊന്നും ഹാങ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ഐഡിയ ഒക്കെ എനിക്കുണ്ടായിരുന്നു, ചേട്ടനോട് മുൻകൂട്ടി തലേദിവസമൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടൻ അത് അത്ര കാര്യമായിട്ട് എടുത്തില്ല. അത് കാരണം കൊണ്ട് അതങ്ങോട്ട് എനിക്ക് ചെയ്ത് കാണിക്കാനായിട്ട് പറ്റിയില്ല. ഒരു കമ്പി അങ്ങോട്ട് മുകളിൽ വെക്കേ വേണ്ടോ, പക്ഷെ അത് സന്ധ്യ ആവണോടുകൂടി ചേട്ടനത് പറ്റില്ല. ഒരു കാര്യം വിചാരിച്ചാൽ അത് മാത്രം നടത്തുള്ളൂ, അങ്ങനത്തെ ദോഷമുണ്ട്. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അടുത്ത ആഴ്ച ഒന്നും കൂടിയും ഇതൊക്കെ വളർന്നൊന്ന് പുഷിയായിട്ടൊക്കെ നിൽക്കുമല്ലോ ചെടികൾ, അപ്പോൾ ഒക്കെ ഒന്ന് കാണിക്കാം, അതും കൂടിയും കാണിക്കാമല്ലോ. വീണ്ടും എല്ലാതും അങ്ങോട്ട് നനച്ച് കൊടുത്തു. നമുക്ക് പിന്നെ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. അതുകൊണ്ട് ചെടിത്തോട്ടോ പച്ചക്കറിത്തോട്ടോ ഫ്രൂട്ട് തോട്ടോ ഫ്രൂട്ടൊക്കെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ അടുത്ത ആഴ്ച കാണിക്കാൻ പറ്റുമോ, ബുധനാഴ്ച കാണിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എനിക്ക് രാവിലെ ചൊവ്വാഴ്ച രാവിലെ അങ്ങനെ സമയം കിട്ടുകയാണെങ്കിൽ ഞാനത് കാണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്, കുറച്ച് സമയം കിട്ടുകയാണെങ്കിൽ കേട്ടോ. അങ്ങനെ ഇത് ഒരുവിധമൊക്കെ ആയി. ലാസ്റ്റ് കുറച്ച് വെള്ളം താഴ്ച എനിക്ക് വയ്യാണ്ടായി കേട്ടോ. അപ്പം ഞാൻ പിന്നെ കയറി, ചേട്ടൻ പിന്നെ അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യായിരുന്നു. കുറച്ച് ചെടികളൊക്കെ, ഇത് ഇന്നർ പ്ലാന്റ് വെക്കണ പോട്ടാണ്, എന്നാലും കുറച്ച് ചെടികൾ ഞാൻ അതിൽ നട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നടാനായിട്ട് ബക്കറ്റിൽ വീണ്ടും അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. പോട്ടുകൾ പോരാ, തികഞ്ഞിട്ടില്ല. പിന്നെ കുറച്ച് നമ്മുടെ ഫ്രൂട്ടിൻ്റെ പ്ലാന്റും പച്ചമുളക് വഴുതന അങ്ങനത്തെ കുറച്ച് തൈകളാണ്, അത് നമുക്ക് പിന്നീട് കാണിക്കാം. പിന്നെ ഇങ്ങനെ ഇപ്പോൾ ഇതാണ് ഒരവസ്ഥ. വീഡിയോയിൽ ഇപ്പോൾ ഭംഗിയില്ലാത്തത്, നല്ല ഇരുട്ടായി. ഞാനത് വെളിച്ചം കൂട്ടിയിടുമ്പോൾ നമുക്ക് വീഡിയോയിൽ അത്ര അങ്ങോട്ട് ഒരു പെർഫെക്ഷൻ വരില്ല കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്ത് ഹാങ്ങിങ് പോട്ടും കൂടി ഇട്ടിട്ട് അങ്ങനെ ഗാർഡനിങ് തുടരും എന്ന് വേണമെങ്കിൽ പറയാം. ഈ ബുധനാഴ്ച കാണാം.